നമസ്തേ. താലപ്പൊലി വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ ആണ് ഇന്ന്. എല്ലാവർക്കും സ്വാഗതം. കൊടുങ്ങല്ലൂർ താലപ്പൊലി എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂർക്കാരെല്ലാവരും കാത്തിരിക്കുന്ന വലിയൊരു ഉത്സവമാണ്. ഞങ്ങൾ തെക്കേനടയിലൂടെയാണ് വരുന്നത്. നല്ല തിരക്കാണ്. നിറയെ ഇങ്ങനെ കടകളും ഇതുപോലെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വഴിയിലും കടകളും അതുപോലെ താഴെ വെച്ചും ഒക്കെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് വെറൈറ്റി കമ്മലുകളാണ്. എല്ലാവരും ഇങ്ങനെ കമ്മലൊക്കെ സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഒത്തിരി ഡിസൈൻസും പല പല കളറിലുള്ളതൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ തിരക്ക് കുറഞ്ഞ ഭാഗത്ത് കൂടെ നമ്മളിങ്ങനെ പോവാണ്. എവിടെയാണോ തിരക്ക് കുറവ് ആ വശത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. വീണ്ടും കമ്മൽ. എല്ലായിടത്തും കമ്മലാണ്. ഇതുപോലത്തെ ഇങ്ങനെ കമ്മൽ സ്റ്റാൻഡിൽ കൊളത്തിയിട്ടുള്ള കമ്മലിൻ്റെ കടകൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ നിറയെ ബാഗുകൾ. ഇത് നമുക്കിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ പോലത്തെ ബാഗാണ്. ജൂട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ എല്ലായിടത്തും കാണുന്ന കപ്പലണ്ടി, കടല, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇതൊക്കെ ടോയ്സ് ആണ് കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ എല്ലാം. അതിൽ തൂവലിൽ ലൈറ്റ് ഇങ്ങനെ മിന്നുന്ന LED ലൈറ്റായിട്ട് നമുക്കിതിങ്ങനെ ക്രൗൺ പോലെ വെച്ച് നടക്കാൻ പറ്റുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് 2-3 തരത്തിലുള്ളതൊക്കെ കണ്ടിരുന്നു. ഇങ്ങനെ തോക്ക്, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ നമ്മളിങ്ങനെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ ഭാഗത്തെത്തി. നിറയെ ഓക്സിഡൈസ്ഡ് ഓർണമെൻറ്റ്സ് ആണ്. അത് മാലയുണ്ട്, വളയുണ്ട്, കമ്മലുണ്ട്. പക്ഷേ ഇതിൻ്റെ റേറ്റാണ് ഓരോ ദിവസം ഒരു പല പല റേറ്റാണ് പറഞ്ഞിരുന്നത്. ഒരു ദിവസം 150 പറഞ്ഞ് പിറ്റേ ദിവസം അതേ സാധനത്തിന് ഒരു 350 പറയുന്നുണ്ടായിരുന്നു. ചിലതിനൊക്കെ 500 ഉണ്ട്. അങ്ങനെ പല പല റേഞ്ചിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള വില എത്രയാണെന്ന് നമുക്കറിയില്ല. ഇവിടെ എന്തായാലും വില കൂടുതലായിരിക്കും. പക്ഷേ എന്നാലും വെറൈറ്റി ഡിസൈൻസാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നമ്മളിങ്ങനെ എല്ലാത്തിൻ്റെയും ഡിസൈനൊക്കെ നോക്കി പോന്നു. വലിയ പെൻഡൻ്റ് ഉള്ളത്, അതുപോലെ ചോക്കറായിട്ട് ഇടാൻ പറ്റുന്നത്, നെക്ലേസ്, എല്ലാ തരവും ഉണ്ട്. നിറയെ ഗുങ്കുരൂസുള്ള മാലകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ മിററുള്ള ബാംഗിൾസ് ഉണ്ടായിരുന്നു. പിന്നെ കമ്മൽ ഒത്തിരി ഡിസൈനുകളുണ്ട്. നിറയെ നല്ല ഭംഗി ഇങ്ങനെ മണികളൊക്കെ തൂങ്ങി കിടക്കുന്ന നല്ല നല്ല ഡിസൈൻസ് ഉള്ള വലിയ വലിയ കമ്മലുകളായിരുന്നു എല്ലാം. വെയിറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഞാൻ എടുത്ത് നോക്കിയില്ല, ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് നിറയെ സോഫ്റ്റ് ടോയ്സ് ആണ്. ആമ, ടെഡി ബിയർ, അതുപോലെ പട്ടിക്കുട്ടി, തത്തമ്മ, താറാവ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ആനക്കുട്ടി, ഇതങ്ങനെ നിറയെ ഉണ്ട്. കുറേ ദൂരം ഇങ്ങനത്തെ ടോയ്സ് തന്നെയാണ്. അങ്ങനെ വീണ്ടും കമ്മലുകളുടെ ഷോപ്പ് തന്നെയാണ്. കുറേ ഉണ്ട്. കമ്മലിൻ്റെ ഷോപ്പാണ് തോന്നുന്നു കൂടുതലും കണ്ടത്. ടോയ്സും കമ്മലുകളുമാണ് ഏറ്റവും അധികം കണ്ടിരിക്കുന്നത്. ജിമിക്കി കമ്മലുകൾ, പല കളറ്, പല മോഡല്, നല്ല രസമുണ്ട്. ഇങ്ങനെ നിരത്തിയിട്ടിരിക്കണ കാണുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയല്ലേ കാണാൻ. അത് ആ ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി കിടക്കുമ്പോൾ നല്ല രസമുണ്ട്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ വടക്കേ നടയാണിത്. ഒത്തിരി പൂമാലകളുണ്ട്. നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിറയെ വിളക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. മൊത്തം നല്ലൊരു വൈബാണ്. ഇനി ഇവിടെ നിറയെ റൈഡ്സ് ആണ്. സ്കൈ വീൽ 2 ഉണ്ട്. ഇത്തവണ മരണക്കിണർ ഉണ്ടായിരുന്നില്ല. സാധാരണ എല്ലാ കൊല്ലം മരണക്കിണർ ഉണ്ടാവാറുണ്ട്. ഏറ്റവും അധികം ആൾക്കാർ കയറാൻ എത്തുന്ന സംഭവമാണ് ഒന്ന് ഈ സ്കൈ വീലും, അതുപോലെ അപ്പുറത്ത് വഞ്ചി ഉണ്ട് അതും.
ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറേ സൈഡിലേക്ക് വന്നു. വടക്കേ നടയിലെ പടിഞ്ഞാറേ വശത്ത് ഇതുപോലെ വേറൊരു ജയൻറ്റ് വീലുണ്ട്. അവിടെയാണ് ട്രെയിൻ, ഡ്രാഗൺ ട്രെയിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. കുട്ടികൾക്കായിട്ടുള്ള ഹെലികോപ്റ്റർ റൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാ തവണയും ഇവിടെ ഈ ഒരു വശത്ത് നിറയെ പൂച്ചെടികളായിരിക്കും. എല്ലാ കൊല്ലം അതെ, നല്ല ഭംഗിയാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു കുഞ്ഞ് ചക്കയൊക്കെ ഉണ്ടായി കിടക്കുന്നു. ഇതൊരു ചെറിയ പ്ലാവിൻ്റെ തൈയാണ്. പല കളറിലുള്ള റോസ് ചെടികളുണ്ടായിരുന്നു, അതുപോലെ മാരിഗോൾഡ്, ആസ്റ്റർ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട്. പച്ചക്കറികളുടെ വിത്തുകൾ അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്